നമസ്കാരം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ സുപ്രീം കോടതിയിലെ കേസ് നടത്തിപ്പിൽ നിർണായകമായ മാറ്റത്തിനൊരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. സുപ്രീം കോടതിയിൽ കേസുകളിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനും CPM സഹയാത്രികനുമായ അഡ്വക്കേറ്റ് PV ദിനേശിനെ മാറ്റാനാണ് തീരുമാനം. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്ര എന്നിവരിൽ ഒരാളെ ഈ കേസിൽ സർക്കാരിനു വേണ്ടി ഹാജരാക്കാനാണ് നീക്കം. ഇത് സംബന്ധിച്ച നിർണായകമായ തീരുമാനം സർക്കാർ കൈക്കൊണ്ടു കഴിഞ്ഞു. മുൻപ് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് TP വധക്കേസിലെ പ്രതികളുടെ അഭിഭാഷകരും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകരും തമ്മിൽ പരസ്യമായി ഒത്തുകളിക്കുന്നുവെന്ന് RMPI നേതാവും MLAയുമായ KK രമ കടുത്ത ആരോപണം തന്നെ ഉന്നയിച്ചിരുന്നു. സർക്കാരിന്റെ കേസ് നടത്തിപ്പിലെ വീഴ്ചകൾ പ്രതികൾക്ക് സഹായകരമാകുന്നു എന്ന വിമർശനവും ശക്തമായിരുന്നു. അധികാരം മാറിയ പശ്ചാത്തലത്തിൽ അത്തരം വീഴ്ചകൾക്കൊന്നും തന്നെ ഇട നൽകാത്ത നീക്കത്തിനാണ് ഇപ്പോൾ സർക്കാർ ഒരുങ്ങുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരെ കേസ് ഏൽപ്പിക്കണമെന്ന ആവശ്യവുമായി KK രമ സർക്കാരിനെ സമീപിച്ചു. കേസ് അട്ടിമറിക്കപ്പെടാതിരിക്കാനും കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനും സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം അനിവാര്യമാണ് എന്നും രമ ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിലാണ് അഭിഭാഷക മാറ്റത്തിന് സർക്കാർ ഔദ്യോഗിക നടപടികൾ ആരംഭിച്ചത്. കേസിൽ പുതിയ അഭിഭാഷകനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു കൈകാര്യം ചെയ്യുമെന്ന് സർക്കാരുമായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രമുഖ അഭിഭാഷകരുടെ പാനൽ പരിശോധിച്ച് വരികയാണ് എന്നും അടിയന്തരമായി തന്നെ പുതിയ നിയമനം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. കേസിലെ നിർണായകമായ വഴിത്തിരിവുകൾക്കിടയിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള 7 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീം കോടതി 3 ആഴ്ചത്തേക്ക് മാറ്റി. ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. താങ്കൾ 13 വർഷത്തിലധികമായി ജയിലിൽ കഴിയുകയാണ് എന്നും അതിനാൽ ജാമ്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതികൾ ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി വേഗത്തിൽ കേൾക്കണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. എന്നാൽ ജാമ്യാപേക്ഷയിൽ കൃത്യമായ മറുപടി നൽകാൻ കൂടുതൽ സമയം വേണമെന്ന് KK രമ കോടതിയിൽ ശക്തമായി ആവശ്യപ്പെടുകയായിരുന്നു. രമയുടെ ആവശ്യം അംഗീകരിച്ച കോടതി പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മറുപടി നൽകാനും നിർദ്ദേശം നൽകി. പ്രതികൾക്ക് വേണ്ടി G പ്രകാശും രമയ്ക്ക് വേണ്ടി A കാർത്തിക്കും ഹാജരായപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിൽ സുൽഫിക്കർ അലി PS ആണ് കോടതിയിൽ ഹാജരായത്. കേരള രാഷ്ട്രീയത്തെ ഉലച്ച സംഭവമായിരുന്നു 2012 മെയ് 4 രാത്രി വടകര വള്ളിക്കാട് വെച്ച് നടന്ന RMP നേതാവ് TP ചന്ദ്രശേഖരന്റെ ദാരുണമായ കൊലപാതകം. CPM വിട്ട് റെവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിച്ച TPയെ 51 വെട്ടുകൾ വെട്ടിയാണ് കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയത്. ഈ ദാരുണമായ കൊലപാതകം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. പിന്നീട് ഈ കേസിന്റെ വിചാരണയും ശിക്ഷാവിധികളും നിരന്തരം വാർത്തകളിൽ നിറഞ്ഞു. വിചാരണ കോടതി പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. തുടർന്ന് ഹൈക്കോടതി അപ്പീൽ പരിഗണിച്ചപ്പോൾ വിചാരണ കോടതി വെറുതെ വിട്ട പ്രതികളെ കൂടി കുറ്റക്കാരാക്കി കണ്ടെത്തുകയും ശിക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് കേസിന്റെ അപ്പീൽ നടപടികൾ. ജയിലിൽ കഴിയുമ്പോഴും ഫോൺ ഉപയോഗവും TP കേസിലെ പ്രതികൾക്ക് അടിക്കടിയുള്ള പരോൾ, കൊട്ടേഷൻ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം എന്നിവയുമായി ബന്ധപ്പെട്ട് കൊടിസുനി അടക്കമുള്ളവർ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് എന്നാണ് രമയും സർക്കാരും കോടതിയെ അറിയിക്കാൻ ഒരുങ്ങുന്നത്.